എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ സത്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒഴുക്ക് വരാൻ വെറും ഒരു നിമിഷം മതി. അതെ, ഒരു ചിന്ത, ഒരു വിശ്വാസം, ഒരു സാധാരണ പ്രവൃത്തി, ഇത്ര മാത്രം കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുഴുവൻ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറ്റാൻ കഴിയും. പണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് മാജിക്കല്ല. അത് സയൻസ് പ്ലസ് മനസ്സിൻ്റെ ശക്തി പ്ലസ് പ്രവൃത്തിയുടെ ഫലമാണ്. മണി മാനിഫെസ്റ്റേഷൻ എന്താണ്? എങ്ങനെ നമുക്ക് പണത്തിനെ ആകർഷിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. പലരും കരുതുന്നത് മാനിഫെസ്റ്റേഷൻ മാജിക് എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇൻറ്റൻഷൻ, ഉദ്ദേശം, ഫോക്കസ്, ധാരണ, ആക്ഷൻ, പ്രവൃത്തി, ഇത് മൂന്നും ചേരുമ്പോഴാണ് ശരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കോടീശ്വരനാകണം എന്ന് പറയുന്നതല്ല കാര്യം. നിങ്ങൾ മനസ്സിൽ ആദ്യം അത് ചിത്രീകരിക്കണം. ശരിയായ വിശ്വാസം വളർത്തണം. ദിവസവും ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കണം. അതുപോലെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറയും വിഷ്വലൈസേഷൻ ചെയ്യാൻ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. വിഷ്വലൈസേഷനും അതുപോലെ ബിലീഫ്, വിശ്വാസവും. വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒരു ശക്തമായ ആയുധമാണ് വിഷ്വലൈസേഷൻ. നമ്മുടെ ബ്രെയിൻ യാഥാർത്ഥ്യം ആൻഡ് ഇമാജിനേഷൻ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതുകൊണ്ട് നമ്മൾ ദിനം പ്രതി വിഷ്വലൈസേഷൻ ചെയ്താൽ ബ്രെയിൻ അതിനെ ഓൾറെഡി സംഭവിച്ചതുപോലെ അനുഭവിക്കും. അതുപോലെ ഞാൻ ഒന്നും ചെയ്യാതെ പണം കിട്ടുമെന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് പണം ലഭിക്കില്ല. യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് എന്താണ്? ഫെയ്ത്ത്, വിശ്വാസം പ്ലസ് എഫേർട്ട്. എന്തെങ്കിലും ഒരു എഫേർട്ട്, ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് പണം കിട്ടുകയുള്ളൂ. വിഷ് മാത്രം ചെയ്താൽ കിട്ടും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കിട്ടില്ല. നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഇല്ലാതെ വിഷ് ചെയ്താൽ ഒരിക്കലും ആ ഒരു സീഡ് വളരില്ല, അതായത് മണി ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു മണി മാനിഫെസ്റ്റേഷൻ, പണത്തെ നമുക്ക് ആകർഷിക്കാൻ കഴിയുള്ളൂ. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് നോക്കാം. മണി ബിലീഫ്സ്, നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ മണി ബിലീഫ്സ്, അതായത് വിശ്വാസങ്ങൾ, പണത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ മാറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണം ശരിയല്ല, പണമുള്ളവൻ അഹങ്കാരിയാണ്, അതുപോലെ പണം മരത്തിൽ കായ്ക്കില്ല, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളരുന്നു. അപ്പം അതിനെ നമുക്കത് മാറ്റണം. പണം നല്ലതാണ്, പണം നല്ലൊരു എനർജിയാണ്. ഇങ്ങനെ പണത്തെ വിചാരിച്ചുകൊണ്ട് നമുക്ക് പണത്തിൻ്റെ ആ ഒരു സമ്പൽ സമൃദ്ധിയെ നമുക്ക് നമ്മളിലോട്ട് ആകർഷിക്കാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്താൽ നമുക്ക് പണം നേടാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അഫർമേഷൻസ് കൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാം. ഐ ആം ഓപ്പൺ ടു റിസീവ് അബൻഡൻസ്, ഞാൻ സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുന്നു. അതുപോലെ മണി ഫ്ലോസ് ടു മീ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഇപ്പോൾ ഞാൻ 21 ദിവസം ചലഞ്ച് മണി മാനിഫെസ്റ്റേഷൻ, ഓരോ ദിവസവും ഓരോ അഫർമേഷൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം ഡെയിലി ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനായാസമായി എളുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ ഐ ആം വർത്തി ഓഫ് വെൽത്ത്, ഞാൻ അനുയോജ്യനാണ്, ഞാൻ മതിയായവളാണ്, ഞാൻ സാമ്പത്തിക സമൃദ്ധി അനുഭവിക്കാൻ മതിയായവളാണ് എന്നൊക്കെ അഫർമേഷൻസ് പറഞ്ഞാൽ നമുക്ക് ഒരു ദിനം പ്രതി ഒരു 21 ദിവസം തുടർന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതാണ് ഞാൻ 21 ദിവസം മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ച് ഇട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ അഫർമേഷൻസ് നമ്മൾ പറയുക. ഓക്കെ,
അതുപോലെ പ്രാക്ടിക്കൽ ടൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി റിച്വൽസിൽ മോർണിംഗ് അഫർമേഷൻസ് പറയുക, മിറർ നോക്കിയിട്ട് മണി അഫർമേഷൻസ് പറയുക. ഓക്കെ, അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. മണി നമ്മളിലോട്ട് വരുന്നതായിട്ടും നമ്മൾ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ആൾറെഡി ഉള്ള സമൃദ്ധിക്ക് നന്ദി പറയുക. നമുക്കിപ്പോൾ എന്തെല്ലാം ഉണ്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മൈക്രോ ആക്ഷൻസ് എടുക്കുക, ഒരു ചെറിയ ജോലി. അതുപോലെ നമ്മൾ എന്താ ആക്ഷൻ, ഇപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ ആക്ഷൻ എടുക്കണമെന്ന് മണി കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയ ജോലി ഉണ്ടാക്കുക, ചെറിയ സേവിങ്. നമുക്കിപ്പോൾ ഒരു 10,000 രൂപ ഒരു മാസം കിട്ടുകയാണെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ 2000 രൂപ നമ്മളത് സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ആ കഴിവുകളെ നമ്മൾ എന്താ ചെയ്യുക, ശരിക്കും ആ ഒരു കഴിവുകൾ വളർത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിവുള്ള ഒരാളാണെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുക. അതുപോലെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ട്യൂഷൻ എടുക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുമ്പോൾ മണി നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അഫർമേഷൻ, ഒരു വേർഡ്സ് എന്നൊക്കെ പറയാം. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ റിയാലിറ്റി. ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവ്. ഓക്കെ, ഞാനാണ് എൻ്റെ ആ ഒരു റിയൽ ലൈഫിൽ മാറ്റം വരുത്തേണ്ട ആളാരാണ്? ഞാനാണ്. ഐ വെൽക്കം അബൻഡൻസ് വിത്ത് ജോയ്, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വിത്ത് ഫെയ്ത്ത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു സമൃദ്ധിയെയും സന്തോഷത്തെയും, അതുപോലെ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫെയ്ത്ത്, വിശ്വാസത്തെയും. ഓക്കെ, മണി ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ഐ അലൗ ഇറ്റ് ടു ഫ്ലോ ഇൻ ടു മൈ ലൈഫ്. പണം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അതിനെ എൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് അനുവദിച്ചു കൊണ്ടിരിക്കുന്നു, അലൗ ചെയ്തിരിക്കുന്നു. ഇത് വെറും വാക്കുകളല്ല, ദിവസവും ഇത് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രെയിൻ റീവയറിങ് നടക്കും. ബ്രെയിൻ്റെ ആ പാറ്റേൺ, ഓൾഡ് പാറ്റേൺസ് മാറി ന്യൂ പാറ്റേൺസ് വന്നിട്ട് നമുക്ക് ശരിക്കും നമ്മളിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇല്ല ഇല്ല എന്ന് പറയുന്ന ആ ഒരു അഭാവത്തിൻ്റെ കഥ വിടുക, അബൻഡൻസിൻ്റെ കഥ തുടങ്ങുക. അതായത് സമൃദ്ധി നമ്മൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ നിമിഷം, ഒരു ചെറിയ ആക്ഷൻ, ഒരു ചെറിയ വിശ്വാസം, അതാണ് നമ്മുടെ ഫ്യൂച്ചർ മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നിമിഷം, ഒരു മിനിറ്റ് കൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ആക്ഷൻ എടുത്താൽ, ഒരു ചെറിയ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ, അതാണ് നമ്മുടെ ഫ്യൂച്ചർ മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മണി എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ പണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നിലേക്ക് വരുന്ന കൂടുതൽ ക്ലയൻസ്, ഓക്കെ, എല്ലാവരും ക്യാഷ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും കടമാണ്, ക്യാഷ് ഇല്ല, ഇങ്ങനെയുള്ള ഇല്ല എന്നുള്ള വേർഡ്സ് ആവർത്തിക്കാതിരിക്കുക, അത് അഫർമേഷനായി മാറും. എപ്പോഴും പറയുക ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഐ ആം റിച്ച്, ഐ ആം എ മണി മാഗ്നറ്റ്. ഞാൻ പണക്കാരനാണ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് എന്നിങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് കേൾക്കട്ടെ, നിങ്ങളെല്ലാവരും ഡിക്ലറേഷൻ ചെയ്യുന്നത് യൂണിവേഴ്സ് കേൾക്കട്ടെ. അപ്പോൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനിയും എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബിൽ ഞാൻ ഹാപ്പിനെസ് 21 ഡേയ്സ് ക്ലാസ്, അതായത് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനായിട്ട്, നമ്മുടെ സമ്പത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, സമ്പത്തിനെ ആകർഷിക്കണം, നിങ്ങളുടെ ജീവിതത്തിലെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രെയിൻ പാറ്റേൺസ് മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഹാപ്പിനെസ് ഡേയ്സ് 21 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്യുക.
ഹാപ്പിനെസ് ക്ലബ്ബ് എന്നൊരു വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനതിൽ പറയുന്നതായിരിക്കും ക്ലാസ്സിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ ഹാപ്പിനെസ് ക്ലബ്ബിൽ മെമ്പർ ആവാൻ ശ്രമിക്കുക. അത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കതിൽ കയറാൻ സാധിക്കും. ഹാപ്പിനെസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സക്സസ്സിലോട്ട് നടക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ആയുസ്സും ആരോഗ്യം നന്മകളും ഐശ്വര്യവും എല്ലാം വന്ന് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.